സ്വർഗം നീ സ്നേഹകൂടാരം ഷാലോം ടി വി പ്രേക്ഷകർക്ക് ലവ് ദയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ കാലഘട്ടത്തിലെ കുടുംബങ്ങൾ സങ്കീർണമായ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നതായി നമുക്ക് കാണാം. അവയെ സ്നേഹം പൂക്കുന്ന താഴ്വരകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ചർച്ചകളും ചിന്തകളുമാണ് നാം ഈ പരിപാടിയിലൂടെ ഒരുക്കുക. ഇതിന് നമ്മെ സഹായിക്കാൻ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ ഫാമിലി അപ്പസ്റ്റലേറ്റ് മുൻ ഡയറക്ടറും ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രൽ വികാരിയുമായ ബഹുമാനപ്പെട്ട വർഗീസ് കുത്തൂരച്ചനെ സ്വാഗതം ചെയ്യാം. തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് മുൻ വൈസ് പ്രിൻസിപ്പളും എക്കണോമിക്സ് വിഭാഗം പ്രൊഫസറും തൃശ്ശൂർ അതിരൂപതയുടെ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റും സുപ്രസിദ്ധ വചന പ്രഘോഷകനുമായ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് സാറിനെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. കേരള കാർഷിക സർവകലാശാല പ്രൊഫസറും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റും തൃശ്ശൂർ അതിരൂപത പാസ്റ്ററൽ കൗൺസിലിൻ്റെ പ്രഥമ വനിതാ സെക്രട്ടറിയുമായ ഡോക്ടർ മേരി റെജീനയെ നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം. വിവാഹം എന്നത് സ്വാഭാവികമായ ഒരു കൂടിച്ചേരലാണ്. എന്നാൽ ക്രൈസ്തവ വിവാഹത്തിൻ്റെ അനന്യത എന്താണ് എന്നതാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം. പക്ഷേ വിവാഹത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള കൂടിച്ചേരൽ എല്ലാ സമൂഹങ്ങളിലും നടക്കുന്നതാണല്ലോ. പിന്നെന്താ നമ്മുടെ ക്രൈസ്തവ വിവാഹത്തിൽ മാത്രം പ്രത്യേകമായൊരു കൃപാവരം വേണമെന്ന് പറയാൻ എന്താ അങ്ങനെ ഒരു കാരണം എന്ന് വിശദീകരിക്കും? വിവാഹം അടിസ്ഥാനപരമായി ഉരുത്തിരിഞ്ഞു വരുന്നത് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു ശാരീരിക ആകർഷണത്തിൽ നിന്നാണ്. അപ്പോൾ പ്രായപൂർത്തിയായിട്ട് വരുമ്പോൾ സ്വാഭാവികമായും സ്ത്രീയും പുരുഷനും തമ്മിലൊരു ആകർഷണം വരും. അവരിഷ്ടപ്പെടുന്നവർ ഒരുമിച്ച് ചേരും. അത് ലൈംഗികതയിലേക്ക് നയിക്കും. അത് സ്വാഭാവികമായിട്ട് കുട്ടികളുണ്ടാകും. ഇങ്ങനെ ഒരു ക്രമാനുഗതമായ വളർച്ച മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന അപ്പസ്തോലിക ലേഖനത്തിൽ മാർപ്പാപ്പ പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതായത് ലൈംഗികത എന്ന് പറയുന്ന യാഥാർത്ഥ്യം മനുഷ്യനെ ഐക്യത്തിലേക്ക് നയിക്കുന്നു എന്ന് തോന്നിയാലും പലപ്പോഴും ലൈംഗികതയ്ക്ക് ശേഷം സ്ത്രീ പുരുഷന്മാർ മുൻപുണ്ടായിരുന്നതിനേക്കാൾ വലിയ അപരിചിതത്വത്തിലേക്ക് വീണു പോകുന്നുവെന്ന്. എന്നിട്ട് മാർപ്പാപ്പ തുടരാണ്, ലൈംഗികതയ്ക്ക് ഒരിക്കലും ഐക്യത്തെ ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് വിവാഹം എന്ന് പറയുന്നത് ഒരു കുറച്ച് കാലത്തേക്കുള്ള ഒരു കരാറ് മാത്രമല്ല. മക്കളെ വളർത്തുക, അവരെ സമൂഹത്തിന് വേണ്ടപ്പെട്ടവരായി രൂപാന്തരപ്പെടുത്തിയെടുക്കുക, അങ്ങനെയുള്ളൊരു വിശാലമായ സാമൂഹിക ഐക്യത്തിലേക്ക് നയിക്കേണ്ട ഒരു പ്രക്രിയയാണ് വിവാഹം. അതുകൊണ്ട് ലൈംഗികതയ്ക്ക് അപ്പുറത്ത് മനുഷ്യനെ ഐക്യത്തിലേക്ക് നയിക്കുന്ന സ്നേഹത്തിൻ്റെ ഘടകം മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടാവണം. ഈ സ്നേഹത്തിൻ്റെ ഘടകം എങ്ങനെ മനുഷ്യന് ലഭിക്കും? ഇവിടെയാണ് സഭ പറയുന്നത്, ഇതൊരു സ്വാഭാവിക വികാരമാണെങ്കിലും ആ വികാരത്തിന് ഐക്യത്തിലേക്ക് നയിക്കാൻ കഴിയാത്തതുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള സ്നേഹം മനുഷ്യന് ലഭിക്കണം. ഈ സ്നേഹം ലഭിക്കുന്ന സ്രോതസ്സാണ് യഥാർത്ഥത്തിൽ സഭാപ്രബോധനം അനുസരിച്ച് കൃപാവരം. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ ശക്തിയാൽ മാത്രമേ നമുക്ക് ലൈംഗികത കഴിഞ്ഞുള്ള അപരിചിതത്തിലേക്കുള്ള വേർപിരിയലിനെ ഒരുമിച്ച് നിർത്തി ആ കുടുംബത്തെ ഒരു സാമൂഹിക ജീവിതമാക്കി ഐക്യമാക്കി മാറ്റണമെങ്കിൽ സ്നേഹം വേണം. ആ സ്നേഹത്തിൻ്റെ സോഴ്സാണ്, ഉറവിടമാണ് കൃപാവരം. അതുകൊണ്ടാണ് സഭ എപ്പോഴും കൃപാവരം കൂടാതെ
കുടുംബജീവിതം മുന്നോട്ട് നയിക്കുക സാധ്യമല്ല എന്ന് പറയുന്നത്. അപ്പോൾ വെറും ശാരീരികതയായിരുന്നെങ്കിൽ കൃപാവരത്തിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു. അച്ഛാ, ഈ ഒരു കൂടിച്ചേരലിന് സഭയിലെ കൂദാശയിലൂടെ ലഭിക്കുന്ന കൃപാവരം എങ്ങനെയാണ് ദമ്പതികളെ സഹായിക്കുന്നത്? നേരത്തെ ഫ്രാൻസിസ് സാറ് പറഞ്ഞത് പരസ്പര ആകർഷണം അതിലൂടെയാണ് വിവാഹത്തിലേക്ക് തീർച്ചയായിട്ടും ലൈംഗികതയിലേക്കൊക്കെ വരുന്നത്. പക്ഷേ ഈ ലൈംഗികതയിലൂടെ സ്നേഹം, ഐക്യം കൂടുതൽ വളരണമെങ്കിൽ അവിടെയാണ് കൃപാവരം വരേണ്ടത്. ഫ്രാൻസിസ് സാറ് അവിടെയാണ് പറഞ്ഞു നിർത്തിയത്. സഭ പറയുന്നത്, ഫ്രാൻസിസ് മാർപ്പാപ്പയൊക്കെ പറയുന്നത്, ഈ ഐക്യവും സ്നേഹവും എന്നും നിലനിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപാവരം വേണം. ഈ കൃപാവരം കൂദാശകളിലൂടെ, വചനവായനയിലൂടെ, വചനധ്യാനത്തിലൂടെ, പ്രാർത്ഥനയിലൂടെയൊക്കെ ദൈവത്തിൽ നിന്ന് ലഭിക്കാനായിട്ട് ഇടയാകണം. അതുകൊണ്ട് വെറുമൊരു ശാരീരിക ബന്ധത്തിൻ്റെ ഐക്യം അത് മാത്രമാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ അപരിചിത്വവും പിന്നെ ഭിന്നിച്ചു പോകലൊക്കെയാണ്. പക്ഷേ ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം സഭ പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, സഭ പാരമ്പര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് ഇത് കൂദാശകളിലൂടെ വചനം ധ്യാനിച്ച് പ്രാർത്ഥിച്ച് കുറേയും കൂടി ആഴപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പം അവിടെയാണ് ദൈവത്തിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ച് ദമ്പതികൾ തങ്ങളുടെ ദാമ്പത്യത്തെ മുന്നോട്ട് നയിക്കേണ്ടത്. അവിടെയാണ് ദാമ്പത്യം ഒരു ബലിയർപ്പണമാണെന്നും വലിയ വസ്തുവാണ് ദമ്പതികളെന്നൊക്കെ പറയുന്നതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സഹായം, ദൈവത്തിൻ്റെ കൃപാവരം മനുഷ്യർക്ക്, ദമ്പതികൾക്ക് ലഭിക്കുമ്പോൾ തന്നെയാണ് അവരുടെ ദാമ്പത്യം എന്നും സ്നേഹത്തിൻ്റെ വലിയൊരു അനുഭവമായിട്ട് തീർക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അച്ഛാ, 50 വർഷത്തോളം ഒരുമിച്ച് ജീവിച്ച കൃപാവരത്തിൽ വളർന്ന ഒരു ദമ്പതികളുടെ ഒരു ക്ലിപ്പിംഗ് നമുക്ക് കാണാം. 1966 നവംബർ 7-ാം തീയതി ലൂർദ് പള്ളിയിൽ തിങ്കളാഴ്ച കാലത്ത് 6 മണിക്ക് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു. പക്ഷേ അന്ന് തന്നെ ഭർത്താവിൻ്റെ വീട്ടിലായിരുന്നു. ബുധനാഴ്ച വന്ന് വ്യാഴാഴ്ച തിരിച്ചു കൊണ്ടുപോയി വൈകുന്നേരമായപ്പോൾ, സന്ധ്യയായപ്പോൾ, എനിക്ക് യാതൊരു പരിചയമില്ല, എനിക്ക് 18 വയസ്സ് മാത്രം. തിരിച്ചു ചെന്നപ്പോൾ അവിടുത്തെ അമ്മ എല്ലാം കഴിഞ്ഞ് വൈകിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞു, റോസ്ലി മോളെ ഇങ്ങോട്ടൊന്ന് വായു. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എനിക്കൊന്നും അറിയില്ല. അമ്മ പറഞ്ഞു, മോളെ നമ്മുടെ ജോർജ് മോളുടെ ഭർത്താവ് ഭയങ്കര ദേഷ്യക്കാരനും കോപക്കാരനുമാണ്, പട്ടാളക്കാരനാണ്. പക്ഷേ അവൻ്റെ ദേഷ്യവും കോപം ഉണ്ടെങ്കിലും അവന് ആ വരുന്ന ദേഷ്യം മാത്രമല്ല, പക്ഷേ കുറച്ച് സമയം കഴിഞ്ഞാൽ അത് തീരും. അത് കണ്ട് മോൾ എവിടെ പോയി വന്നാലും, അവൻ എവിടെ പോയി വന്നാലും മോൾ അവൻ്റെ അടുത്തൊന്നും സംസാരിക്കരുത്, മിണ്ടരുത്. എന്തെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവൻ്റെ മുഖം നല്ലതായ മാത്രമേ സംസാരിക്കാവൂ എന്ന് ഒരു ചെറിയൊരു ഉപദേശം തന്നു. അപ്പനാണെന്ന് വെച്ചാൽ ഭയങ്കര ഗൗരവക്കാരനാണ് അമ്മാനപ്പൻ. അപ്പോൾ അധികം സംസാരിക്കുന്നത് അപ്പനും ഇഷ്ടമല്ല. അപ്പം ഞാൻ വളരെ ഒതുങ്ങിയുള്ള ജീവിതം തന്നെ അവിടെ പോന്നു. ആ ഒരു ചെറിയൊരു ഭയം ഈ 50 വർഷം എന്നിൽ ഉണ്ടായിട്ടുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ എൻ്റെ നല്ലതിന് വേണ്ടിയായിരുന്നു. അത് വളരെ രസകരമായ ജീവിതമാണ് നേവിയിലും എവിടെയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം വഴക്ക് കൂടാൻ ഇതുവരെ അറിയില്ല, അറിഞ്ഞിട്ട് വഴക്ക് കൂടിയിട്ടുമില്ല. അഥവാ വല്ല ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടതുവശം വളരെ ഭംഗിയായിട്ട് അത് സെറ്റിൽ ചെയ്യും. രൂക്ഷമായ ഒന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ കൃപയും ഞങ്ങളുടെ പ്രാർത്ഥനയും, ഞങ്ങൾ 3 മക്കളും വളരെ ദൈവഭക്തിയുള്ള മക്കളാണ്. എല്ലാവരും സഹകരിച്ച് എല്ലാ കാര്യങ്ങളും ആലോചിച്ച് ചെയ്യാറുള്ളൂ. ഞാൻ എന്തൊരു സംഗതി ചെയ്താലും അത് നേവിയിലിരിക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ട് ഞാൻ ഭാര്യയായിട്ട് ആലോചിക്കും. എൻ്റെ മെയിൻ ഉദ്ദേശം, എനിക്ക് വലിയൊരു ഉപദേശം കിട്ടാനുള്ളത് ഭാര്യയിൽ നിന്ന് മാത്രമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രകാരം മുന്നോട്ട് പോകും. നേവിയിലിരിക്കുമ്പോൾ ശമ്പളം കിട്ടുന്ന അത് അങ്ങനെ തന്നെ ഞാൻ കൊണ്ടുവന്ന് ഭാര്യയുടെ കയ്യിൽ കൊടുക്കും. അങ്ങോട്ടാണ് ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ച് കൊണ്ട് നടക്കുക. ഞാൻ പലപ്പോഴും പുറത്തായിരിക്കും. എന്തായാലും സാമ്പത്തികമായോ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ളൊരു ജീവിതത്തിൽ ഈ 50 വർഷം ഞാൻ ജീവിച്ചു വന്നതിൽ എനിക്ക് ഇന്നു വരെ ഒരു വിഷമ സന്ധികളും ഉണ്ടായിട്ടില്ല. ഭർത്താവ് ഭയങ്കര ദേഷ്യത്തിൽ വന്നാലും
ഞാൻ ആ ദേഷ്യമുള്ള മുഖം വെറുതെ ഒന്ന് കണ്ട അപ്പം തന്നെ പിന്തിരിയും, മാറിപ്പോവും. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ലതാണോ എന്ന് നോക്കിയിട്ട് തന്നെ പിന്നെ വർത്തമാനം പറയാറുള്ളൂ. പിന്നെ വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തരുന്ന ശമ്പളം മാസമെത്തുമ്പോൾ എൻ്റെ കയ്യിൽ ശമ്പളം കൊണ്ട് തരും. ആ ശമ്പളം കൊണ്ട് മാത്രമേ ഞാൻ ജീവിക്കുള്ളൂ. കടം വാങ്ങി ജീവിക്കില്ല. ഞാൻ തന്നെയാണ് വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും നോക്കാറ്. ഒരു കാര്യം പോലും ഭർത്താവ് എന്നോട് ചോദിച്ചിട്ടില്ല, ഇന്നെന്തതെന്ന് ചോദിച്ചിട്ടില്ല. ആ ഒരു നല്ല ജീവിതമാണ് എനിക്ക് ഇന്നും എന്നെ നിലനിർത്തി കൊണ്ടുപോകുന്നത്. ഈ 50 വർഷത്തിനുള്ളിൽ ഞങ്ങൾ പിരിഞ്ഞു നിൽക്കേണ്ട അവസരങ്ങൾ, ഒന്നാമത് പ്രസവത്തിന് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞങ്ങൾ ഷിപ്പ് ഫോറിൻ ട്രിപ്പോ വിദേശത്തോ എക്സസൈസിന് പോകുന്ന സമയത്ത് ഞങ്ങൾ പിരിഞ്ഞു നിൽക്കാറുള്ളൂ. അതിൽ വിട്ട് ഒരു വേർപിരിവുണ്ടായിട്ടില്ല. ടീച്ചറോട് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുക, 50 വർഷം പിന്നിട്ട് ഒരു കുടുംബത്തെയായിരുന്നു നമ്മളിപ്പോൾ ഈ ക്ലിപ്പിങ്ങിൽ നമ്മൾ കണ്ടത്. ഈ ക്രൈസ്തവ വിവാഹത്തിൽ നമുക്ക് ലഭിക്കുന്ന കൃപാവരം ശരിക്കും നമ്മുടെ ദാമ്പത്യ സ്നേഹത്തിൽ ആഴപ്പെടാൻ എത്രത്തോളം ദമ്പതികളെ സഹായിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ? കൃപാവരം ഫ്രാൻസിസ് മാഷാന സ്നേഹം എന്നുകൂടി കൂട്ടിച്ചേർത്തു. ഇത് എനിക്ക് തോന്നുന്നു ദാമ്പത്യ ജീവിതത്തിൽ അനുനിമിഷം, ആദ്യത്തെ നിമിഷം മുതൽ മരണം വേർപിരിക്കും വരെ നമ്മളോടൊപ്പം ഉണ്ടാകേണ്ട ഒന്നാണ്. കാരണം ഓരോ മിനിറ്റിലും നാം എടുക്കുന്ന ചെറുതും വലുതുമായ തീരുമാനങ്ങളിൽ, നമുക്കുണ്ടാകുന്ന സന്തോഷങ്ങളിൽ പോലും, സങ്കടങ്ങളിൽ, വീഴ്ചകളിൽ, താഴ്ചകളിൽ, പ്രതിസന്ധികളിൽ പ്രത്യേകിച്ചും നല്ല തീരുമാനമെടുക്കാനും നേർവഴി നടത്താനും, ഇപ്പോൾ ആ ചേച്ചി പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന്, സിറ്റുവേഷൻ ഉണ്ടാക്കുകയല്ല, എങ്ങനെയാണ് ഒരു സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യേണ്ടത് എന്ന് ചേച്ചി പറഞ്ഞു തന്നു. അപ്പോൾ അവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ കൃപയാണ് അവരെ നയിച്ചത്, 50 വർഷം നയിച്ചത്. എത്ര സന്തോഷമായി, ഒരിക്കൽ പോലും വഴക്കുണ്ടാക്കേണ്ടി വന്നിട്ടില്ല എന്ന് ദേശീയക്കാരനായ ഒരു ചേട്ടൻ പറയുമ്പോൾ ആ പ്രത്യേക കൃപ നമ്മൾ കണ്ടുപഠിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ഒരു അനുഭവമാണ് അവർ പറഞ്ഞു തന്നത്. അതാണ് ഈ കൃപയുടെ പ്രത്യേകത. നമുക്ക് തരുന്ന തിരിച്ചറിവ് ഏതാണ്, എവിടെ എപ്പോൾ നാം തിരഞ്ഞെടുക്കണം എന്നുള്ള ആ തിരിച്ചറിവ് നമുക്ക്, എനിക്ക് തോന്നുന്നു, കൃപയിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ശാരീരികമായ പ്രക്രിയകൾ അത് നമുക്ക് ലഭിക്കുകയില്ല. അത് വെറുതെ ഒരു കാന്തം പോലെയുള്ള ഒരു പ്രവർത്തനം മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ ജീവിതം അതല്ലല്ലോ. ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുന്ന, ഒരുപാട് തിരിച്ചറിവുകൾ വേണ്ട സമയങ്ങളിലെല്ലാം തന്നെ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോഴും, ഭാരങ്ങൾ ഉണ്ടാകുമ്പോഴും, ദേഷ്യമുണ്ടാകുമ്പോഴും ഒക്കെ നമ്മളെ നയിക്കേണ്ടതും മിതത്വം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും ഒക്കെ എനിക്ക് തോന്നി ഈ കൃപയുടെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും. ഇല്ലെങ്കിൽ ഇതെല്ലാം ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിട്ടുണ്ട്, ഈ കൃപയില്ലെങ്കിൽ ഈ ലോകത്തിലെ ഒരു ദാമ്പത്യവും നിലനിൽക്കില്ലായിരുന്നു എന്നുള്ളത്. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയും അനുഗ്രഹവും കരുതലും നമ്മളോടൊപ്പമുണ്ട്. അതിനുവേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടതും ഒരുങ്ങേണ്ടതും എന്ന് ജീവിതാനുഭവത്തിൽ നിന്നല്ലേ ഡോക്ടർ സുനിക്കും അങ്ങനെ തന്നെ ആയിരിക്കാം അനുഭവം എന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചർ പറഞ്ഞതിൻ്റെയൊക്കെ വെളിച്ചത്തിൽ വിവാഹത്തിൽ കൃപാവരം വേണമെന്നുള്ളത് നമുക്ക് ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട്. 50 വർഷം പിന്നിട്ട ദമ്പതികൾ അവരുടെ അനുഭവം പങ്കുവെച്ചതും നമ്മൾ കേട്ടതാണ്. ഇനി നമ്മളോടൊപ്പം അനുഭവം പങ്കുവെക്കുന്നത് ഒരു 20 വർഷം പിന്നിട്ട അധ്യാപക ദമ്പതികളാണ്. അവരും ഇതിന് സമാനമായ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പങ്കുവെക്കാൻ ആഗ്രഹിക്കും. നമുക്കതൊന്ന് കാണാം. ദാമ്പത്യ ജീവിതം ഇന്നും വളരെ സന്തോഷകരമായി പോകുന്നതിൻ്റെ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് മാതാവിലുള്ള വിശ്വാസം, മാതാവിനോടുള്ള ഇഷ്ടം. ആ ഒരു ഇത് നമുക്കൊരു ജീവിതത്തിലെ പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയും എങ്ങനെ അതിനെ തരണം ചെയ്യാമെന്ന് പറയുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഓരോ ഘട്ടങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളെ നമ്മൾ ശരിക്ക് വിജയമാവാം, ചിലപ്പോൾ പരാജയമാവാം, എന്നാലും ഇതും കടന്നു പോകും എന്ന് പറയുന്ന രീതിയിൽ ഞങ്ങളതിനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയ്ക്കും നല്ല രീതിയിൽ ഇപ്പോഴും ആ സന്തോഷം നിലനിൽക്കാൻ കാരണം. ദാമ്പത്യ ജീവിതം എന്ന് പറയുമ്പോൾ പരസ്പരം തിരിച്ചറിയാനും അതുപോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആൾ തന്നെ ഏറ്റെടുത്ത് നമ്മളെ സഹായിക്കുകയും ചെയ്യുമ്പോൾ ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുമ്പോൾ അത് വലിയൊരു നേട്ടമായിട്ടാണ് കാണുന്നത്. നമ്മുടെ കൈകളിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങൾ മറന്നുപോയാലും അത് ഓർമ്മപ്പെടുത്തുകയും അതുപോലെ തന്നെ വീട്ടിലെ തന്നെ സാഹചര്യങ്ങൾ, ചിലപ്പോൾ മക്കളൊക്കെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് അവരെ വളർത്തി പരിപാലിക്കുന്നതിലേക്കും നമുക്ക് ശ്രദ്ധ കിട്ടാണ്ട് വരുമ്പോൾ
അപ്പച്ചൻ്റെയും അമ്മച്ചിയും റോള് ആൾ തന്നെ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്യുന്ന ഒരു വലിയ ഉത്തരവാദിത്വം ആണ് യഥാർത്ഥത്തിൽ ഈ കുടുംബജീവിതത്തിൻ്റെ ഈ സന്തോഷത്തിൻ്റെ ഏറ്റവും വലിയ നിർവൃതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളുടെ ജീവിതം ആരംഭിക്കുമ്പോൾ വളരെ ആനന്ദപ്രദമാക്കണം, അടിച്ചുപൊളിച്ച് ജീവിക്കണം, ജീവിതം എങ്ങനെയൊക്കെ സന്തോഷകരമാക്കും പറ്റും, എത്രമാത്രം ആസ്വദിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് കടന്നു വന്നത്. പക്ഷേ എൻ്റെ ജീവിത സാഹചര്യവും എൻ്റെ ഹസ്ബൻഡ് ഷാജുവേട്ടൻ്റെ ജീവിത സാഹചര്യവും രണ്ട് തരമായിരുന്നു. ഞാൻ ഒത്തിരി അംഗങ്ങളുള്ള കൂട്ടുകുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഞാൻ 9ാമത്തെ മകളാണ് 8 ചേട്ടന്മാർക്ക്. അവരുടെ ഇടയിൽ ആരോമലായിട്ട് ചേട്ടന്മാരെല്ലാ വികൃതികൾക്കും കൂടെ നിന്ന് കളിച്ചും ചിരിച്ചും അങ്ങനെ ജീവിച്ചു വളർന്നതാണ്. ഇവിടെ വന്നപ്പോഴാണ് ഷാജുവേട്ടൻ്റെ ഒറ്റ മകനാണ്, എന്നേക്കാൾ ഉപരി ഇവിടുത്തെ ഉണ്ണി ഷാജുവേട്ടനാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നോക്കി പഠിക്കാനായിട്ട് ഞാനൊരു ശ്രമം നടത്തി നോക്കി. പലപ്പോഴും അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അത് ഞാൻ വിചാരിച്ചതിൽ നിന്ന് വിട്ട് അനിഷ്ടമാകാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിക്കും, അയ്യോ ഞാൻ ഇത്ര നന്നായി ചെയ്തിട്ട് എന്തുകൊണ്ട് അങ്ങനെ ആയില്ല എന്ന് ചിന്തിക്കാറുണ്ട്. പിന്നീട് പതുക്കെ അദ്ദേഹത്തെ മനസ്സിലാക്കാൻ തുടങ്ങി, പഠിച്ചു. ഇപ്പോൾ ഞങ്ങൾ പണ്ടത്തേക്കാൾ 10 മടങ്ങ് സ്നേഹത്തിലും സമാധാനത്തിലാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അതിൽ ആശ്വാസം കണ്ടെത്തുന്നു, സന്തോഷം കണ്ടെത്തുന്നു. പിന്നെ ഞാൻ ചെറുപ്പ കാലഘട്ടത്തിലെ എൻ്റെ കല്യാണം കഴിഞ്ഞ് കടന്നു വന്ന കാലഘട്ടങ്ങളിലെ ഒരു ചെറിയൊരു അനുഭവം ഞാൻ പറയുകയാണ്. വിവാഹം കഴിഞ്ഞ് വരുമ്പോൾ ഹസ്ബൻഡ് ചെറിയൊരു ദേഷ്യക്കാരനൊക്കെ ആയിരുന്നു. പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ ഞാനും ഒട്ടും മോശമില്ല, താഴെ ആരോമലായിട്ട് വളർന്നുകൊണ്ടായിരിക്കാം, ഒപ്പം എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം ഞാൻ തിരിച്ചു പറയാറുണ്ട്. അപ്പോൾ വഴക്ക് കൂടാണ് ചെയ്യുന്നത്, അല്ലാതെ കുറയണ ഒരവസ്ഥയുമില്ല. അത് സമാധാനം നഷ്ടപ്പെടുക മാത്രമല്ല, സാധനങ്ങളുടെ നാശത്തിലേക്ക് വരെ എത്തിത്തുടങ്ങി. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ അപ്പച്ചനും അമ്മച്ചിയും എങ്ങനെയാണ് ജീവിക്കുന്നത്, എൻ്റെ ചുറ്റുപാടൊക്കെ ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കി. അവരാണെങ്കിൽ അപ്പച്ചൻ എത്ര ദേഷ്യപ്പെട്ടാലും എങ്ങനെയൊക്കെ ദേഷ്യപ്പെടുമ്പോഴൊക്കെ അമ്മച്ചി നിശബ്ദമായിട്ട് മിണ്ടാതെ ഒക്കെ കേട്ടിരിക്കും. ഇത് കേട്ടിരിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, അമ്മച്ചിക്ക് എങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാനായിട്ട് പറ്റണേന്ന്. കുറച്ച് കഴിഞ്ഞ് അപ്പച്ചനൊന്ന് ശാന്തനായി കഴിയുമ്പോൾ അമ്മച്ചിയുടെ ദേഷ്യമൊക്കെ പതുക്കെ അങ്ങോട്ട് തീർക്കും. അപ്പം ഞാനും കരുതും ഇത് നല്ലൊരു മെത്തേഡാണല്ലോ, ഞാനൊന്ന് തിരിയൊന്ന് ക്ഷമിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അത് ഗുണം ചെയ്യും. ഞാനും പതുക്കെ ഷാജേട്ടൻ ദേഷ്യപ്പെടുമ്പോഴൊക്കെ നിശബ്ദമായിട്ട് മിണ്ടാതെ, ആദ്യമൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും ഞാൻ പതുക്കെ അത് ശീലാക്കി. ആളുടെ ദേഷ്യമൊക്കെ കുറഞ്ഞ് ഒന്ന് ശാന്തമായി തീരുമ്പോൾ പതുക്കെ എൻ്റെ ദേഷ്യമൊക്കെ എന്തറിഞ്ഞിട്ടാ പറഞ്ഞു ഷാജേട്ടാ, അത് ഇന്നതുകൊണ്ടല്ലേ, ഇങ്ങനെ ഉണ്ടായതുകൊണ്ടല്ലേ, എനിക്കും ദേഷ്യം വരില്ലേ, ഇങ്ങനെയാണോ പറയുക എന്നൊക്കെ പറയുമ്പോൾ ആൾക്കും കുറേ മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ പരസ്പരം മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ പണ്ടത്തേക്കാളേറെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കി പെരുമാറാനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് സപ്പോർട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്. കത്തോലിക്ക വിവാഹങ്ങളിൽ കൃപാവരം എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് മാഷോട് ചോദിക്കാനുള്ളത്, മറ്റു മതങ്ങളിലെ വിവാഹങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അവയൊക്കെ പരിഹരിക്കപ്പെടാറുമുണ്ട്. അപ്പോൾ അവർക്ക് കൃപാവരം ആവശ്യമില്ലേ? ഈ സഭ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത്, പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ അതിൽ നിന്ന് മനുഷ്യന് കിട്ടുന്ന ശക്തിയാണ് കൃപാവരം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ മനുഷ്യർക്കും ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനുണ്ട്, ക്രിസ്ത്യാനിക്കുണ്ട്, മുസൽമാനുണ്ട്, എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടവനായാലും അവൻ മനുഷ്യനാണോ അവനുണ്ട്. പക്ഷേ സഭ കുറച്ചുകൂടി കൂടുതൽ പഠിപ്പിക്കുന്നത്, പാപം ചെയ്താൽ ഈ കൃപാവരം നഷ്ടപ്പെട്ടു പോകും. അപ്പം നഷ്ടപ്പെട്ട കൃപാവരത്തിനെയാണ് സഭ പഠിപ്പിക്കുന്നത് രക്ഷാകര കൃപാവരം. ആദ്യത്തേതിന് നമ്മൾ പറയുന്നത് സ്വാഭാവികമായിട്ട് എല്ലാവർക്കുമുള്ളത്. അപ്പം മനുഷ്യ ജീവിതത്തിൽ അനേകം തെറ്റുകൾ പറ്റുമല്ലോ. ആ തെറ്റ് മനുഷ്യൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഭാവിയിലുള്ള ദാമ്പത്യ ജീവിതത്തെ തകർത്ത് കളയും. അപ്പോൾ ദൈവം സ്വാഭാവികമായി എല്ലാ മനുഷ്യർക്കും കൃപാവരം നൽകിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ്റെ തെറ്റുകൾ മൂലം ആ കൃപാവരം നഷ്ടപ്പെടുമ്പോൾ അത് വീണ്ടും നൽകാനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിലൂടെ ലഭിക്കുന്ന രക്ഷയുടെ അനുഭവം, ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി യേശുവിലൂടെ വീണ്ടും ലഭിച്ചാലാണ് തകരുന്ന ഘട്ടങ്ങളിൽ നമുക്കതിനെ പുനഃസ്ഥാപിക്കാൻ കഴിയുള്ളൂ. വചനം പറയുന്നുണ്ടല്ലോ,
കർത്താവ് ഭവനം പണിയുന്നില്ല എങ്കിൽ പണിക്കാരൻ്റെ അധ്വാനം വ്യർത്ഥമാണ്. അപ്പം നാം ഭവനം പണിയും, ആ പണിയുന്നതിൽ പലപ്പോഴും കല്ലുകൾ ഇടിഞ്ഞു വീഴും. അത് നമ്മുടെ തെറ്റുകൾ കൊണ്ടുണ്ടാകാം, പല പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം. ഇടിഞ്ഞു വീഴുന്ന കല്ലുകളെ വീണ്ടും പുനഃസൃഷ്ടിക്കാനുള്ള രക്ഷാകര കൃപാവരത്തെക്കുറിച്ചാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ നാം ഈ ലോകത്തോട് സംസാരിക്കുന്നത്. കൃപാവരം നമുക്ക് വിവാഹത്തിൽ വേണം എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. എനിക്ക് ടീച്ചറോട് ചോദിക്കാനുള്ള, പണ്ട് കാലങ്ങളിലൊക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് അധികം പുറത്ത് പറയാതെ ദമ്പതികളുടെ ഇടയിൽ അത് ഒതുങ്ങി തീർന്നു, അല്ലെങ്കിൽ അത് പുറത്ത് പറയാൻ ഭയന്നിട്ടോ മറ്റോ അതൊക്കെ ഒതുക്കി വെക്കുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ തലമുറ ഒരു പ്രശ്നം ഉണ്ടായ ഉടനെ അത് പ്രതികരിക്കുന്നു, വളരെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ തന്നെ പ്രതികരിക്കുന്നു. അപ്പോൾ പണ്ടുള്ളതിനേക്കാൾ ഇന്ന് ഈ കൃപാവരത്തിൻ്റെ ആവശ്യകത അവർക്ക് ഒന്നുകൂടി ഒന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിൽ പ്രവേശിക്കേണ്ടതല്ലേ? അതെ, വളരെ ശരിയാണ്. കാരണം പഴയ ഒരു കാലഘട്ടമല്ല ഇപ്പോൾ. പഴയ ദമ്പതികൾ കടന്നുപോയ ഒരു ജീവിത രീതിയും വ്യവസ്ഥയും സാമൂഹ്യ വ്യവസ്ഥയും കുടുംബ വ്യവസ്ഥയും അല്ല ഇപ്പോഴുള്ളത്. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നു. ചുറ്റും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ബന്ധുമിത്രാദികളുണ്ട്. ആവശ്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവും. പ്രശ്നങ്ങൾ തന്നെ വളരെ വ്യത്യസ്തമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു സപ്പോർട്ട് മെക്കാനിസത്തിൻ്റെ വ്യത്യാസം കൊണ്ടാകാം. പിന്നെ ഉള്ള ഒരു സാമൂഹിക ഒരു സ്റ്റിഗ്മ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പൊട്ടിത്തെറിച്ച ഒരു കുടുംബത്തിന് ഒരു സമൂഹത്തിൽ നിന്ന് അന്ന് ഏൽക്കുമായിരുന്ന ഒരു വ്യത്യാസം അല്ലെങ്കിൽ വേർതിരിവ് ഒന്നും ഇന്നില്ല എന്നുള്ള ഒരു ധൈര്യം, ഇന്നത്തെ ഒരു സാമ്പത്തിക സുസ്ഥിതി, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വന്നിട്ടുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മനോഭാവം, ഇതൊക്കെ ഈ ഒരു പ്രതികരണ രീതിയെ എനിക്ക് തോന്നുന്നു സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ചെറിയ പ്രശ്നങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് അണുകുടുംബങ്ങളിൽ അവരെ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ടോ ഒന്ന് പാമ്പർ ചെയ്യാനായിട്ടോ ചിലപ്പോൾ ആളുകളില്ല. ചിലപ്പോൾ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ അതിപ്രസരം കൊണ്ട് കുടുംബാംഗങ്ങളുടെ പ്രത്യേകിച്ച് അമ്മമാരുടെയൊക്കെ കൂടുതൽ ഇൻ്റർഫിയറൻസ് ഉണ്ടെന്ന് പറയാം, ഇൻഫ്ലുവൻസ് ഉണ്ട് ദമ്പതികളുടെ മേൽ. ഇപ്പോൾ ഇതെല്ലാം വളരെ കോൺട്രാസ്റ്റിങ്ങും കോൺട്രഡിക്ടറിയുമായിട്ടുള്ള ഫാക്ടേഴ്സ് ആക്ട് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇത്തരം റിയാക്ഷൻസും ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായും പ്രാർത്ഥനയും കൃപയുടെ ഒരു കടാക്ഷവും ദൈവ കടാക്ഷവും ഒക്കെ എനിക്ക് തോന്നുന്നു കൂടുതലായി ആവശ്യമുണ്ട് എന്ന് ദമ്പതികൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. കാരണം അവർ സ്വയം സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെക്കാനിസം അല്ല ദാമ്പത്യം എന്നുള്ളത്. വലിയൊരു എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ അഭാവത്തിൽ മൂന്നാമനായി കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് തീർച്ചയായും ദൈവമാണ്, പരിശുദ്ധാത്മാവിൻ്റെ കൃപയാണ് എന്ന തിരിച്ചറിവ് അവർക്ക് നമുക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം പലപ്പോഴും അവർ എൻ്റർ ചെയ്യുന്ന ഇവർ രണ്ടാളും മാത്രമുള്ള ഒരു സിസ്റ്റത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. അവർ രണ്ടാളും മാത്രം. അവിടെയാണ് അച്ഛനോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. ഇപ്പം ടീച്ചർ പറയുമായിരുന്നു 2 പേരല്ല വിവാഹം കഴിക്കുന്നത്, 3 പേർ തമ്മിലാണ് വിവാഹം കഴിക്കുന്നത്. എന്താണ് അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാൻ? സാധാരണ രീതിയിൽ ദമ്പതികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോഴോ ദമ്പതികളെ കാണാൻ വരുമ്പോഴൊക്കെ ഞാൻ അവരോട് നിർബന്ധമായിട്ടും ഓർത്തിരിക്കാൻ പറയുന്നൊരു വചനം ഇതാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 6-ാം വാക്യം. എല്ലാവർക്കും അറിയാവുന്ന വചനമാണത്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഉൾട്ടൻഷീൻ ഇതിനെക്കുറിച്ച് വളരെ മനോഹരമായിട്ടാണ് ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ തലക്കെട്ട് പോലും 3 to get married എന്നാണ്. അപ്പോൾ ദൈവം, പുരുഷൻ, സ്ത്രീ, ഈ ലോകത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് പുരുഷനും സ്ത്രീ മാത്രമുള്ള ഒരു വിവാഹം അത് വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങാം. അവിടെയാണ് ദൈവം കൂടെയുണ്ട്, യേശുവാണ് യോജിപ്പിച്ചത്. സഹനമുണ്ടാകും, ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകളിലൂടെയൊക്കെ കയറി ഇറങ്ങാം. നേരത്തെ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സഹവാസം, ആ പരിശുദ്ധാത്മാവ് നൽകുന്ന കൃപാവരം, സ്നേഹം, ഐക്യത്തിൻ്റെ വലിയ ഒരു അനുഭവം, ഇതൊക്കെയാണ് വാസ്തവത്തിൽ ദമ്പതികളെ മുന്നോട്ട് നയിക്കേണ്ടത്. എപ്പോഴും ഒരുപോലെ സ്മൂത്തായിട്ട് പോകുന്നതല്ലല്ലോ ദാമ്പത്യ ജീവിതം, കുടുംബജീവിതം. അവിടെയാണ് പ്രാർത്ഥന, നേരത്തെ പറഞ്ഞ കൂദാശ സ്വീകരണങ്ങൾ, ഒരുമിച്ച് കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ദമ്പതികൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നേരത്തെ നമ്മൾ ക്ലിപ്സിലൊക്കെ കണ്ടു. അവരുടെയൊക്കെ ജീവിതത്തെ 50 വർഷം ജീവിതം നയിച്ചവരാണെങ്കിൽ, 20 വർഷം നയിച്ചവരാണെങ്കിൽ അവരുടെ ജീവിതത്തെ പ്രാർത്ഥനയിലൂടെ തന്നെയാണ് വളർത്തിയെടുത്തിട്ടുള്ളത്, ആ സന്തോഷത്തിലേക്ക് വരാനായിട്ട് ഇടയായിട്ടുള്ളത്. അപ്പോൾ ദൈവം യോജിപ്പിക്കുന്നു എന്നുള്ള ആ വലിയ ബോധ്യത്തോടു കൂടെ തന്നെ ദാമ്പത്യത്തെ മുന്നോട്ട് നയിക്കാനായിട്ട് ദമ്പതികൾ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഊന്നി പറയാനായിട്ടുള്ളത്. വിവാഹമെന്ന് പറയുന്നത് 2 വ്യക്തികളുടെ കേവലം കൂടിച്ചേരലല്ല, അത്
ദൈവത്തിൻ്റെ കൃപാവരത്താൽ നയിക്കപ്പെടേണ്ടതും വളർത്തപ്പെടേണ്ടതുമായ ഒരു നിരന്തരമായ പ്രയത്നമാണെന്ന് നമ്മൾ കാണുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കും ഇതേപോലെ ഒരു അനുഭവം ആണ് പങ്കുവെക്കാനുള്ളത്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വഭാവക്കാരാണ്. ഭാര്യ കണിശക്കാരിയും ഞാൻ കെയർലെസ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയുമാണ്. ഇത് വർഷങ്ങൾ കൊണ്ട് അതിജീവിക്കാൻ ദൈവം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്നും ഈ സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് നമുക്ക് കാത്തിരിക്കാം.